ഹലോ നമസ്കാരം. തുടരൻ പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തിയ അതേ RCB തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മാസ്മരിക കംബാക്ക് നടത്തിക്കൊണ്ട് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നത്. അതെ, തുടർച്ചയായി 4 മത്സരങ്ങൾ 4 കൺസിക്യൂട്ടീവ് വിൻസ് ഇപ്പോൾ RCB സ്വന്തമാക്കിയിരിക്കുന്നു. തോറ്റുകൊണ്ട് തുടങ്ങി പിന്നീട് മുന്നേറുമെന്ന് പ്രവചിച്ചവരൊക്കെ സീസണിൽ നിന്ന് ആദ്യമേ പുറത്തായപ്പോൾ ആദ്യ മത്സരത്തിലെ പ്രകടനങ്ങൾ കൊണ്ട് ഏറ്റവും വേഗത്തിൽ പുറത്താവുമെന്ന് എല്ലാവരും വിധി എഴുതിയവർ തന്നെയായിരുന്നു RCB. ഈ ഒരു സീസണിന്റെ തുടക്കത്തിലൊക്കെ തുടരൻ വമ്പൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള അതേ RCB തന്നെ ഇപ്പോൾ അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ പ്ലേ ഓഫ് ലക്ഷ്യത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെ, ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇപ്പോൾ അസാധ്യ ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾ ഇന്നലെ വിരാട് കോഹ്ലിയുടെ ഗംഭീര പ്രകടനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തു പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു പേരുണ്ട്. അതെ, ഇദ്ദേഹം അണ്ടർ റേറ്റഡ് ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രജത് പട്ടിദാരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. യജ്ജാതി പ്രകടനം നടത്താൻ കെൽപ്പുള്ള ഒരു താരമാണ് അദ്ദേഹം. വമ്പൻ സ്ട്രൈക്ക് റേറ്റോടുകൂടെ കളിച്ച് RCBയെ വമ്പൻ സ്കോറിലേക്ക് ഉയർത്തിക്കൊടുക്കാൻ രജത് പട്ടിദാർ നടത്തുന്ന സഹായം, സംഭാവന അത് ചെറുതൊന്നുമല്ല. എന്തായാലും സീസൺ തുടങ്ങിയപ്പോൾ പോയിന്റ് ടേബിളിലെ അവസാനക്കാരെന്ന സ്ഥാനത്ത് നിന്നും സീസൺ അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് പ്ലേ ഓഫിന് വേണ്ടി മത്സരിക്കുന്ന ഒരു ടീമായി RCBക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ കംബാക്കിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്നിരുന്നാലും ഇങ്ങനെ തുടരൻ വിജയങ്ങൾ ഇപ്പോൾ RCB സ്വന്തമാക്കുമ്പോൾ RCBയുടെ ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ തന്നെയുണ്ട്. RCB വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടോ? ഈ ഒരു വിജയങ്ങൾ കൊണ്ട് RCBക്ക് ഇനി പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമോ? അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു സിനാരിയോ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും RCB ആദ്യമൊക്കെ ഈ ഒരു IPL സീസണിന്റെ തുടക്കത്തിലൊക്കെ ഈ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതേ, ശരിയാണ്, RCB നടത്തിയതൊരു വമ്പൻ കംബാക്ക് തന്നെയാണ്. പക്ഷേ ഇനിയും അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വലിയ കടമ്പകൾ തന്നെ കടക്കണം. അത് അവർ മാത്രം വിചാരിച്ച പോരെന്നെ മറ്റ് ടീമുകളുടെ വിജയ പരാജയങ്ങൾ കൂടി കണക്കിലെടുത്താൽ മാത്രമേ ഇനി RCBക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. ചുരുക്കം പറയുകയാണെങ്കിൽ ഈ ഒരു വിജയങ്ങൾ കൊണ്ടൊന്നും RCBക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഹോപ്പ് ആർ അലൈവ് എന്ന് തന്നെ വേണം പറയാൻ. ഓക്കെ, RCBയുടെ ക്വാളിഫിക്കേഷൻ സിനാരിയോയിലേക്ക് വരികയാണെങ്കിൽ ഇനി വരുന്ന 2 മത്സരങ്ങൾ ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള മത്സരവും അതുപോലെ CSKക്കെതിരെയുള്ള കളിയും അവർ വിജയിച്ചേ പറ്റൂ. ഏതെങ്കിലും ഒരു കളി തോൽക്കുകയാണെങ്കിൽ അവർ 100% പ്ലേ ഓഫിലേക്ക് എത്തില്ല. ഈ 2 മത്സരവും വമ്പൻ മാർജിനിൽ, അതായത് നെറ്റ് റൺ റേറ്റ് ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മാർജിനിൽ RCBക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഭാഗ്യ പരീക്ഷണങ്ങളുടെ കണക്കാണ് പറയുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് ഇനി വരുന്ന 3 മത്സരങ്ങളിൽ 2 പരാജയപ്പെടണം. LSGയിലേക്ക് വരികയാണെങ്കിൽ അവർ ഇനി വരുന്ന 2 കളികളിൽ 1 പരാജയപ്പെടണം. ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം KKRും രാജസ്ഥാൻ റോയൽസും ഇപ്പൊ തന്നെ പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ച മട്ടാണ്. അവർ 100% പ്ലേ ഓഫിലേക്ക് എത്തുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. SRHലേക്ക് വരികയാണെങ്കിൽ അവരും 12 കളികളിൽ നിന്ന് 7 വിജയവും 5 പരാജയവുമായി 14 പോയിന്റ് അവർക്കുണ്ട്. ഒരൊറ്റ വിജയം കൂടി അവർ സ്വന്തമാക്കുകയാണെങ്കിൽ SRHും പ്ലേ ഓഫിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അങ്ങനെ ആദ്യ 3 സ്ഥാനങ്ങൾ ഈ 3 ടീമുകൾ ലോക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ വിചാരിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ, കാരണം IPL ആണ്, എന്തും എപ്പോഴും സംഭവിക്കാം. ഏതായാലും ആദ്യ 3 സ്ഥാനങ്ങൾ KKRും RRും SRHും സ്വന്തമാക്കിയാൽ പിന്നീടുള്ള RCBയുടെ പ്രതീക്ഷകൾ മുഴുവനും CSKയിലേക്കാണ്. CSKക്ക് ഇപ്പോൾ നിലവിൽ 12 പോയിന്റുകളാണുള്ളത്. ഇനി വരുന്ന 3 കളികളിൽ 2 അവർ തോൽക്കുകയാണെങ്കിൽ അവർ 14 പോയിന്റിൽ സ്റ്റക്കായി പോവും. RCB ഇനി വരുന്ന 2 കളികളിലും വിജയിക്കുകയാണെങ്കിൽ RCBക്കും 14 പോയിന്റിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. CSKയേക്കാൾ മികച്ചൊരു നെറ്റ് റൺ റേറ്റ് RCBക്ക് ഇനി വരുന്ന മത്സരങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും CSKയേക്കാൾ മുകളിൽ RCBക്ക് മുന്നേറാൻ സാധിക്കും പോയിന്റ് ടേബിളിൽ. ഇന്നേതായാലും CSKക്ക് മത്സരം ഉണ്ടല്ലോ GTക്കെതിരെ. ഈ ഒരു മത്സരത്തിൽ CSK GT പരാജയപ്പെടുത്തുകയാണെങ്കിൽ RCBയുടെ പ്രതീക്ഷകൾ ഒരല്പം കൂടി വർദ്ധിക്കും. ഇനി DCയിലേക്ക് വരികയാണെങ്കിൽ DCക്ക് ഇപ്പോൾ 12 കളികളിൽ നിന്ന് 12 പോയിന്റാണുള്ളത്. ഇനി അവർക്ക് 2 കളികളാണ് അവശേഷിക്കുന്നത്. ആ ഒരു 2 മത്സരത്തിൽ ഒരൊറ്റ മത്സരം അവർ പരാജയപ്പെടുകയാണെങ്കിൽ RCBക്ക് DCയേക്കാൾ മുകളിലേക്ക് പോയിന്റ് ടേബിളിൽ കയറാൻ സാധിക്കും. കാരണം നിലവിൽ RCBക്ക് DCയേക്കാൾ എത്രയോ മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ വരുന്ന 2 മത്സരങ്ങളിലും ഡൽഹി ക്യാപിറ്റൽസ് വിജയങ്ങൾ സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ RCBയുടെ പ്രതീക്ഷകളൊക്കെ വീണ്ടും മങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കിയുള്ള RCBയുടെ ഭാഗ്യം എന്നുള്ളത് LSGയുടെ വിജയ പരാജയങ്ങൾ ആശ്രയിച്ചുകൊണ്ടായിരിക്കും. കാരണം LSGക്ക് നിലവിൽ 12 കളികളിൽ നിന്ന് 12 പോയിന്റാണുള്ളത്. അവർക്ക് 2 മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. ഈ ഒരു 2 മത്സരത്തിൽ ഒരൊറ്റ വിജയം മാത്രം അവർ സ്വന്തമാക്കുകയും 1 കളി തോൽക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ LSGയും RCBയെ പോലെ തന്നെ 14 പോയിന്റിൽ സ്റ്റക്കായി പോവും. ഈ പറയുന്നതൊക്കെ RCB ഇനി വരുന്ന 2 മത്സരത്തിലും വിജയിച്ചാൽ മാത്രമുള്ള കണക്കാണ്. അതിലൊരൊറ്റ കളി അവർ പൊട്ടിയാൽ അവരുടെ സകല പ്രതീക്ഷകളും അസ്തമിക്കും. ഏതായാലും നിലവിൽ LSGയേക്കാൾ എത്രയോ മികച്ച നെറ്റ് റൺ റേറ്റ് RCBക്ക് ഉള്ളത് കൊണ്ട് തന്നെ
LSG ഇനി അവരുടെ വരുന്ന 2 മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും പരാജയപ്പെടുകയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ ആ ഒരു CSKയുടെയും ഡൽഹി ക്യാപിറ്റൽസിന്റെയും വിജയ പരാജയങ്ങൾ സംഭവിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RCBക്ക് ഇപ്പോഴും പ്രതീക്ഷകളുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ RCBക്ക് വരാനിരിക്കുന്ന 2 മത്സരത്തിലും വിജയിച്ചാൽ മാത്രം പോരാ, CSKയും ഡൽഹി ക്യാപിറ്റൽസും അതുപോലെ തന്നെ LSGയും പരമാവധി തോൽക്കണം. എന്നാൽ RCBക്ക് ഉറപ്പായിട്ടും പ്ലേ ഓഫിലേക്ക് എത്താൻ ഇപ്പോഴും സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് RCBക്ക് ഇനി പ്ലേ ഓഫിലേക്ക് കയറാനുള്ള സിനാരിയോ ആയിട്ട് വരുന്നത്. എന്താണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.